പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമുക്കെല്ലാം ഇപ്പോൾ ചാനലിലുള്ളവർക്കെല്ലാം ഒരു ചെറിയൊരു പ്രോബ്ലം സംഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതായത് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നില്ല. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾക്ക് സ്ക്രീൻ വരികയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ക്രോം ഓപ്പൺ ചെയ്യുന്ന ഇതേ രീതിയിലാണ് നിങ്ങളുടെ സ്ക്രീൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആവത്തില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇതേ രീതിയിലാണ് നിങ്ങളുടെ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ആവും. അത് ഏത് രീതിയിലാണ് അപ്പം ഇതേ രീതിയിൽ സ്ക്രീൻ വരുത്തേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്, അതായത് നമ്മൾ YT സ്റ്റുഡിയോ ക്രോം വഴി ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതേമാതിരി നിങ്ങളുടെ സ്ക്രീൻ, അതായത് നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേമാതിരിയാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ മൊബൈൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേമാതിരി ആയിരിക്കും നിങ്ങൾ പിന്നെ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേമാതിരി നിങ്ങളുടെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതേമാതിരി നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ്, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇതേമാതിരി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സെറ്റിങ്സിൻ്റെ ഐക്കോണൊക്കെ കാണാം. അപ്പോൾ ആ സെറ്റിങ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ ഒരുപാട് ഓപ്ഷൻ ഇവിടെ വരും അല്ലേ. അപ്പോൾ ഈ ഓപ്ഷനിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ഇതേമാതിരിയാണ് സ്ക്രീനെങ്കിൽ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതേമാതിരിയാണ് സ്ക്രീനെങ്കിൽ ഇവിടെയായിട്ട് സെർച്ച് ചെയ്യുന്ന ആ സ്പേസ് എന്ന് പറയുന്നത് അത് വളരെ ചെറുതായിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ studio.youtube.com എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി കുറച്ച് ഓപ്ഷൻ ആയിരിക്കും ഇതുപോലൊക്കെ വരുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഇല്ല. അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടുന്നത്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേമാതിരി നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേമാതിരിയാണ് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ വരുന്നതെങ്കിൽ അവിടെയായിട്ട് സെർച്ചിങ് ബാറൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഇച്ചിരി വലുതായിരിക്കും സെർച്ചിങ് ബാർ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ അവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെയായിട്ട് നമ്മൾ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുന്ന ഇവിടെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് G എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഈ G എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം studio.youtube എന്ന് മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അതായത് ആ G എന്നുള്ളത് മാറിയിട്ട് നിങ്ങൾക്ക് അവിടെയായിട്ട് ഒരു ഭൂഗോളത്തിൻ്റെ ഐക്കോൺ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം .com കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് കാണാം. നമ്മുടെ യൂട്യൂബിൻ്റെ ഐക്കോണോട് കൂടി studio.youtube.com എന്നും അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആരോ മാർക്ക്. അവിടെ കാണിച്ചിട്ടുള്ള ആരോ മാർക്ക് അത് റൈറ്റിലോട്ടായിരിക്കും. ആ ആരോ മാർക്ക്, ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ആരോ മാർക്ക് റൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ആ ആരോ മാർക്കിലോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇതേമാതിരി നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ, നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇതേമാതിരി തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് സ്റ്റാർ കാണാം. ആ സ്റ്റാറിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ മുന്നോട്ട് പറയാം ഇത് എന്തിനാണെന്നുള്ളത്. അപ്പോൾ അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് വീണ്ടും നിങ്ങളുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ആ ടൈമിൽ ഇതേമാതിരിയാണ്, അതായത് ആ സെർച്ചിങ് ബാർ ചെറുതായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ എത്താനായിട്ട് സാധിക്കത്തില്ല, നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം? ആ സമയം നമ്മളവിടെ സ്റ്റാറിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു എളുപ്പവഴിയുണ്ട് അവിടോട്ട് എത്താനായിട്ട്, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് എത്താനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇതേമാതിരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കത്തില്ലെന്നറിയാം. അപ്പം മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരു 3 ഡോട്ട് കാണാം. റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇവിടെയായിട്ട്
ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ബുക്ക് മാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇവിടെയായിട്ട് നമുക്ക് 2-3 ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ താഴെയായിട്ട് റീഡിംഗ് ലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അവിടെ അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിലൊന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് യൂട്യൂബിന്റെ ഐക്കോണോട് കൂടി ചാനൽ ഡാഷ്ബോർഡ് studio.youtube.com എന്നുള്ള നമ്മളവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തത് അതിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അത് ആദ്യം തന്നെ ഞാൻ ഒരെണ്ണം ചെയ്തു വെച്ചിരുന്നതാണ്. ഇപ്പം രണ്ടാമത് ഇപ്പം ഒന്നുകൂടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സെലക്ട് ചെയ്തതാണ് സ്റ്റാർ ഒന്നുകൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 2 എണ്ണം ഇപ്പം കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിൽ ഏതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയിൽ എത്താനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ആ സ്റ്റാറിൽ ടച്ച് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷനെ ഇതുകൂടെ ഒരെണ്ണമേ കാണിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ ഈസി ആയിട്ട് തന്നെ എത്താനായിട്ട് സാധിക്കും. ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീൻ ഇതേമാതിരി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരുന്നു മൊബൈലിന്റെ സ്ക്രീൻ ഏത് രീതിയിലാണ് വരേണ്ടത്. നിങ്ങളുടെ സെർച്ച് ചെയ്യുന്ന ബാർ അതായത് ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻ വലുതായിട്ട് അക്ഷരങ്ങളെല്ലാം വലുതായിട്ടായിരിക്കും, എല്ലാം വലുതായിട്ട് കാണിക്കും. അതുകൊണ്ട് തന്നെ ആ സെർച്ച് ചെയ്യുന്ന ബാർ അത് വലുതായിട്ടായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും. അതല്ല ആ സെർച്ചിങ് ബാർ ചെറുതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടോട്ട് എത്താനായിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എത്താൻ സാധിക്കത്തില്ല. വൈറ്റി സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ സ്റ്റാർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് ക്രോം ഓപ്പൺ ചെയ്തിട്ട് 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അങ്ങനെ പോകാനുള്ള ഓപ്ഷനാണ് ഞാനിപ്പം കാണിച്ചത്. അപ്പോൾ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വൈറ്റി സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ചാനലിന്റെ ഡാഷ്ബോർഡിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം വളരെ ഈസിയാണിത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ആ ടൈമിൽ പോകാൻ പറ്റുന്ന, അതായത് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ആ ടൈമിൽ അതേ രീതിയിൽ പോകാൻ പറ്റുമായിരുന്നു നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ. പക്ഷേ ഈ സമയത്ത് അതേ രീതിയിൽ പോകാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അത് കാരണമാണ് വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈക്കും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.